ചേർത്ത് ഇങ്ങനെ ചേർത്തിട്ട് ഈ ഓട്ട പാല് അതുകൊണ്ട് ഇത്രയും നല്ല ചൂടുണ്ട് കേട്ടോ. പാല് നല്ല ചൂടുണ്ട്. ഇതെല്ലാം നല്ല കൊഴുപ്പാണ്. മാറ്റി നിർത്തിയിട്ട് വേണം ഒട്ടകത്തിന് പാലെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ വടി കയ്യിലുള്ളതുകൊണ്ട് പ്രശ്നമില്ല. അടുത്തേക്ക് വരുമ്പോ നമുക്ക് ഒട്ടകത്തിനെ മാറ്റി നിർത്താൻ പറ്റും. ചെറുത് എങ്ങോട്ട് ഓടേണ്ടതെന്ന് അറിയില്ല. കാരണം ചുറ്റുപാടും നമ്മുടെ ഒട്ടകം വളഞ്ഞു കഴിഞ്ഞു. മരുഭൂമിയിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പോയിട്ടില്ല. ഇവിടുത്തെ കാഴ്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. Hello everyone, welcome to our channel Jack John Bro. ഇറങ്ങാണ്ട് പിടിച്ചോണം കേട്ടാ. ജാക്ക് ഒട്ടകത്തിനെ നോക്കുന്നതായിരിക്കും. ഒട്ടകത്തിന് കൊടുക്കാനുള്ള കുപ്പൂസായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മള് ഒട്ടകത്തിന് ഫീഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അവര് കൂട്ടിലൊന്നുമല്ല, അവര് പുറത്ത് തന്നെയാണ്. പക്ഷെ അവരെ നോക്കുന്ന ആളോട് സംസാരിച്ചപ്പോ പറഞ്ഞു അവര് അത്ര പ്രശ്നം ഉണ്ടാക്കുന്ന ഒട്ടകക്കൂട്ടന്മാരല്ല. നമുക്ക് അവരുടെ അടുത്തേക്ക് ഒന്ന് പോവാം. കുറച്ച് കുബൂസ് ഉണ്ട് കയ്യില്. അവർക്ക് വേണ്ടി വാങ്ങിച്ചത്. അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡാണ്. അപ്പൊ നമുക്ക് അവരെ അധികം ഡിസ്റ്റർബ് ചെയ്യാതെ ഈ സൈഡിലൂടെ ഇങ്ങനെ പോവാട്ടാ. If you're watching this channel at first time, please subscribe. നമ്മളിപ്പോൾ കുറച്ച് കുബൂസാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു നാട്ടിലെ എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥമാണ് കുബൂസ്. അപ്പോൾ ഇവർക്ക് എന്തായാലും അത് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. സാധാരണ രീതിയിൽ നമ്മുടെ ഷീപ്പിനെ പോലെയൊക്കെ തന്നെയാണ് ക്യാമൽസ് ഇങ്ങനെ മേഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ അവർക്ക് കണ്ണിൽ പെട്ടിട്ടുള്ള ഗ്രാസ്, ലീവ്സ്, പിന്നെ കുറ്റിച്ചെടികളൊക്കെയാണ് അവരുടെ ഭക്ഷണം. ചില സമയത്തൊക്കെ ട്രീയുടെ മുകളിൽ നിന്നൊക്കെ ഇലകളൊക്കെ പറിച്ച് തിന്നുന്നതാണ് കേട്ടോ. പോയിസണസ് ആയിട്ടുള്ള പ്ലാന്റൊക്കെ ഡിറ്റക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അവർക്ക്. പിന്നെ ഈ ഡ്രൈ ആയിട്ടുള്ള സമയത്ത് നല്ല ഹോട്ടായിട്ടുള്ള വെതറിലൊക്കെ അവർ സഞ്ചരിക്കുമ്പോഴേ കാറ്റ്കസ് അല്ലേ മരുഭൂമിയിൽ ഉണ്ടായിരിക്കുക. അതിൻ്റെ മുള്ളുകളൊക്കെ ചവച്ചരച്ച് അതിലെ ഫ്ലഷി പാട്ടെടുത്ത് വാട്ടർ എടുക്കാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ട് അവരുടെ ടാങ്കിന്. ഒറ്റ ഇരിപ്പിന് ഏകദേശം 100 liters ഓഫ് വാട്ടർ അകത്താക്കുയോമാർ. ഇതിനവരെ സഹായിക്കുന്നത് ഓവൽ ഷേപ്ഡ് ആയിട്ടുള്ള ബ്ലഡ് സെൽസ് ആണ്. ഈ വാട്ടറെല്ലാം സ്റ്റോർ ചെയ്യുന്നത് ബ്ലഡിലാണ്. ഇനി വാട്ടർലാൻഡ് സർവൈവ് ചെയ്യുന്നവർക്ക് പറ്റും ഏകദേശം 15 ദിവസം വരെ. ഇതിന് അവരെ സഹായിക്കുന്നത് നമുക്കറിയാലോ, അവരുടെ ഹമ്പ്. ഇനി ക്യാമലിനെയും സീബ്രേനെയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ സ്പീഡ് എന്നറിയോ? ഏകദേശം 40 മുതൽ 65 km/h ഇവർക്ക് ഓടാൻ കഴിയും. സോറി 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 എല്ലാവർക്കും കിട്ടുന്നവർക്ക് തന്നെ കിട്ടുന്നുള്ളൂ. ഇത് ഇച്ചിരി റിസ്കിയാണ്. ഫിനിഷ് കലാസ് കേട്ടാ. താങ്ക് യു. ഒളിച്ചും പാത്തും ഒട്ടകത്തിനെ കാണാൻ വന്നവരുടെ ഇപ്പോൾ ഒട്ടകക്കുട്ടന്മാരാൽ ചുറ്റപ്പെട്ട് കിടക്കുവാണ്. ഇവരുടെ ഇടയിൽ പെട്ടത് കാരണം തന്നെ നമ്മൾ ഓടാൻ പാടില്ല കേട്ടോ. ഓടിക്കഴിഞ്ഞാലേ മറ്റ് ഏത് മൃഗത്തിനെ പോലെയും ഇവരുടെ സ്പീഡിന്റെ കാര്യം നേരത്തെ പറഞ്ഞു. അയ്യോ നമ്മുടെ ബേബി ക്യാമൽ. ഓ സ്വീറ്റ്. ഹായ്. സ്വീറ്റ് ബേബിയാണ് കേട്ടാ. ഒട്ടകക്കൂട്ടങ്ങളുടെ നടുവിലാണ്. ഇതുവരെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. ഈ ഒരു ഒട്ടകത്തിനാണ് നമുക്ക് അടുത്തേക്ക് നിന്നിങ്ങനെ അതിന്റെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവരൊന്നും പറയില്ല. അവർ ഫ്രണ്ടിൽ നിൽക്കുന്നുള്ളതുകൊണ്ട് ഒരു കുഴപ്പമുള്ള കാര്യമല്ല. ഒട്ടകത്തിന് സ്റ്റാച്ചു ആയിട്ടുള്ള ഒരു ഒട്ടകത്തിനെ ഇട്ടേക്കാണ്. ഇവൻ അനങ്ങുന്നില്ല കേട്ടോ. അതുകൊണ്ട് അവര് ഒരു ഫ്രണ്ടിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവന് നല്ല കൺട്രോൾഡ് ഉണ്ട്. നമുക്ക് തൊടാം. ചെറിയ കുട്ടിയൊന്നുമല്ല. രണ്ട് ഒരു കാലൊക്കെ ഉണ്ടല്ലേ, നല്ല സ്ട്രോങ് ആണ്. സോഫ്റ്റ് ബോഡിയാണ്. അഡ്വഞ്ചറസ്. ഒട്ടകത്തിന് മെരുക്കി ചേട്ടൻ.
കൂട്ടത്തില് നമുക്ക് ശാന്തനും അനത്തന്നെയുള്ള ഒരു ഒട്ടകമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇവൻ വലിയ പ്രശ്നക്കാരനെല്ലാം തോന്നുന്നു. ഈ കൂട്ടത്തിൽ ഏറ്റവും അനുസരണയുള്ളവനാണ്. ഇവരെ നോക്കുന്നവർ ഞങ്ങളെ നന്നായി ഹെൽപ്പ് ചെയ്തു. ഇതുപോലെ ഒരു അവസരം കിട്ടാൻ കുറച്ച് പാടാണ്. കുട്ടികൾക്കാണെങ്കിലും വളരെ സേഫ് ആയിട്ട് അതിന് തൊട്ട് നോക്കാനൊക്കെ പറ്റി. ഇത് ഇവിടെ ഉറങ്ങണം എന്നുള്ളതാണ്. ഏത് മൃഗത്തിനോട് എന്ന പോലെയും അടുക്കുമ്പോൾ കുറച്ചൊക്കെ സേഫ്റ്റി പ്രിക്കോഷൻസ് നോക്കണം കേട്ടോ. അവരുടെ മുഖത്തിന് നേരെ വന്ന് നിൽക്കുകയാണെങ്കിൽ അവർ ആക്രമിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കഴുത്തിന്റെ സൈഡിലൊക്കെ ആയിട്ട് നിൽക്കുക. പിന്നെ വടി പേടിയുള്ള സാധനമാണ്. ഇത്ര വലിയ ഒട്ടകമാണെങ്കിൽ വടി ചൂണ്ടി ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവർ നിൽക്കും. നമ്മുടെ കൂടെ കുറച്ച് ഇണങ്ങിയ ഒരു ഒട്ടകക്കൂട്ടനാണ് അവൻ. അവന്റെ ഇപ്പൊ അവന്റെ ഫാമിലിയുടെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാല് ഉമാരുടെ അടുത്തേക്ക് എത്തിയപ്പോഴേ ആകെ ഒരു വെപ്രാളായി പോയി. ഒട്ടകത്തേക്കാളും കൂടുതൽ വെപ്രാളം നമുക്ക് ഉണ്ടായിരുന്നു അല്ലേ ജാക്കു? എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ലതായിരുന്നു. ജാക്കൊക്കെ അതിന്റെ ഇടയിൽ കൂടെ ഓടി നടക്കുക. അതിന് കയ്യിലുണ്ടായിരുന്ന കുപ്പൂസൊക്കെ ഓരോ വിധത്തിലാണ് കൊടുത്ത് അവസാനിപ്പിച്ചത്. ഇതേ കവർ എന്റെ കയ്യിൽ ഇത് എപ്പോഴും ഇരിക്കാൻ കേട്ടോ. ഇവിടെ നമ്മൾ കവർ ഇടാൻ പാടില്ലല്ലോ, വേസ്റ്റിന്റെ ഇത് കാണുമ്പോ ഇടാം. കാരണം ഇതിന്ന് എടുക്കാൻ കിട്ടണ്ടേ, ഇതിന്ന് എടുക്കാൻ പറ്റണ്ടേ. അത്രയുള്ള ക്ഷമ അവര് കാണിക്കണില്ല. അവര് വാ തുറന്ന് പിടിച്ച് നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ടിപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒട്ടകങ്ങള്. അങ്ങനെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? മത്തങ്ങ കൊടുത്തില്ലേ നീ? മത്തങ്ങ കൊടുക്കാറില്ലേ? എന്റെ കൈ പിടിച്ച് കടിച്ചാൽ. അപ്പൊ അവിടെ ക്യാമ്പിലേക്ക് പോണം നമുക്ക്. ഇത് ഡിഫറെന്റ് ആണ്. കൗല്ല ക്യാമറ. യെസ്. ഇന്നത്തെ കാഴ്ചകള്, ഇന്നത്തെ വീഡിയോ മുഴുവൻ ഒട്ടകത്തിനെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നല്ലേ. അവര് ഇതെല്ലാം പ്രതീക്ഷിക്കാതെ തന്നെ നല്ലൊരു ക്യാമ്പ് കിട്ടി. ക്യാമ്പല്ല, ക്യാമ്പിൽ എത്തുന്നതിന് മുമ്പ് ഒട്ടകത്തെ നമുക്ക് തൊടാനും ഇവിടെ നിന്ന് ഫുഡ് കൊടുക്കാനും ഫോട്ടോ എടുക്കാനും എല്ലാം പറ്റി. അതില് കുറച്ച് കൂട് വരെ എത്തിച്ചിട്ടുണ്ട്. അവരിനി ശേഷം ബാക്കി കൂട്ടില് കേറിക്കൊണ്ടിരിക്കുകയാണ്. അവർ കൂട്ടിൽ കയറിയ ശേഷം നമുക്ക് അവിടേക്ക് പോവാം. കിട്ടിയിട്ടുണ്ട്. കാരണം സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നടക്കുന്ന വഴിയിലൊക്കെ തന്നെ നമ്മുടെ ഒട്ടകത്തിന്റെ അപ്പിയുണ്ട്. നമ്മുടെ ജോഡ് അതിലൊന്ന് ചവിട്ടിന്നിട്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വെൽഡൻ ജോൺ. കാരണം നമ്മുടെ നാട്ടില് ആനയുടെ പിണ്ടത്തിൽ ചവിട്ടി കഴിഞ്ഞാൽ നല്ലതെന്ന് പറയുന്നത് അല്ലേ. മരുഭൂമിയിൽ നമ്മുടെ ആന എന്ന് പറയുന്നത് ഒട്ടകാണ്. അപ്പൊ ഒട്ടകത്തിന്റെ അപ്പിയിൽ അത് ചവിട്ടിന്ന് വെച്ചാലും നമുക്ക് കുഴപ്പമുള്ള കാര്യമില്ല. ഗുഡ് ലക്ക് ഫോർ യു. ഇപ്പൊ ഒട്ടകങ്ങളൊക്കെ വരിവരിയായിട്ട് അതിന്റെ കൂട്ടിലേക്ക് കയറാൻ നിൽക്കാണ്. അവർ ഇത്രയും നേരത്തെ മേലിന് ശേഷം അവരവരുടെ കൂട്ടിലേക്ക് കയറാൻ പോവാണ്. കണ്ടില്ലേ, വരിവരിയായിട്ട് അവരെ കയറങ്ങോട്ട് പൊട്ടിച്ചപ്പോ ഉത്സാഹമല്ലേ കയറാൻ. അവരവരുടെ സ്ഥലത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം കുടിക്കണം, അവർക്ക് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം എത്ര തരം കഴിച്ചതുകൊണ്ടാണ് വെള്ളത്തിന് മാത്രമേ ഇത്രയും അത്യാവശ്യം ഉണ്ടാവുള്ളൂ. കാരണം വരുന്ന വഴിക്കൊന്നും അധികം വെള്ളം കിട്ടിയിട്ടുണ്ടാവില്ല. ഇവിടെ നമ്മുടെ മമ്മി ബേബിയാണ്. ഇവരൊക്കെ ഒട്ടകത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഇവിടെ പാല് കൊടുക്കും കേട്ടോ. ഒട്ടക പാല് കിട്ടും ഇവിടെ. അവനെ മെയ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് മാറ്റി നിർത്തിയേക്കുന്ന ഒട്ടകമാണത്. ഇതാണ് മെയിൽ ഒട്ടകം. അവന് വലിപ്പം കണ്ടില്ലേ, വളരെ ഹൈറ്റ് ഉണ്ടായിരിക്കും മെയിൽസിന്. ഓക്കെ, ഇനിയിപ്പോ പാല് കറക്കുന്ന സമയമായില്ല. മടി അവന്റെ ബേബി പാല് കുടിച്ചോണ്ടിരിക്കുകയാണ്. അതിനുശേഷം ബേബിയെ മാറ്റി നിർത്തുവാണ്. നമ്മുടെ കയ്യില് വടി ഇട്ടിട്ടുള്ളതുകൊണ്ട് നമ്മള്, കാരണം അവരെല്ലാം കൂട്ടിന്റെ അടുത്താണ്. ബേബി പാല് കുടിച്ചോണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒട്ടകത്തിന്റെ പാല് ഇറക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പൊ അവര് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ബേബി വടി കാണിച്ച് അവിടെ കൺട്രോളറാണ് കേട്ടോ. ഒട്ടകത്തിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. നമ്മൾ ഒട്ടകത്തിന്റെ പാല് കറന്നുകൊണ്ടിരിക്കുകയാണ്. ഒട്ടകത്തിന്റെ പാലാണ് കറന്നുകൊണ്ടിരിക്കുന്നത്.
വളരെയധികം ന്യൂട്രീഷ്യസ് ആൻഡ് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു മിൽക്കാണ് ക്യാമൽ മിൽക്ക്. പശുവിനെ അറക്കുന്ന പോലെ അത്ര എളുപ്പമല്ല എന്നാണ് ഇവർ പറഞ്ഞത്. എല്ലാ ദിവസവും ഈ മിൽക്ക് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒരു പച്ചയ്ക്ക് കുടിക്കുന്ന പറഞ്ഞത്. പക്ഷേ പലർക്കും ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ പ്രോബ്ലംസ് ഉണ്ടാക്കാറുണ്ട്. ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനൊക്കെ ക്യാമൽ മിൽക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നു. പാല് കറന്നു, പക്ഷെ അതിന് കുട്ടിയൊന്നും എന്റെ കയ്യെ പിടിക്കാൻ അതെ, ഭയങ്കര കൊഴുപ്പുള്ള പാലാണ്. കാറ്റ് നമ്മളിന്ന് കുറച്ച് കൊണ്ടുപോകും കേട്ടോ. ഒട്ടൊക്കെ പാല് നമ്മള് കുടിച്ചിട്ടില്ല, പശുപാല് കുടിച്ചിട്ടുള്ളൂ. അപ്പൊ ഇവിടത്തെ പശുവിന്റെ പാല് ഇതാണ്. അയ്യോ, ഒന്ന് ഊതിയിട്ട് പദം മഞ്ചിന് കുടിച്ചു. അച്ഛാ അതെ. അയ്യോ, ഓടിക്കോ, പിന്നെ പാത്രം പോവും, താഴെ പോവും. പദം മഞ്ചി കുടിച്ചാ നമ്മള് പുറകിൽ കാണുന്ന ഒട്ടകത്തിന്റെ പാലാണ് ഇപ്പൊ കുടിച്ചോണ്ടിരിക്കുന്നത്. ബേബി കുടിച്ചു, ഇനി നമ്മള് കുടിക്കുന്നു. കൊഴുപ്പുള്ള പാലാണ്. ഞാൻ കുടിച്ചു നോക്കി, കുഴപ്പമില്ല. പാലകരെ പച്ചക്ക് കുടിക്കാത്തതുകൊണ്ടുള്ള ഒരു പ്രശ്നം. ഈ ഡേറ്റ് ചേർത്തിട്ടാണ് നമ്മളിവിടെ ക്യാമ്പിന് അക്കരെ ഇവിടെ ഡെലീഷ്യസ് ഫുഡാണ്. ഒട്ടക പാലിനുള്ള ആ ഒരു കൊഴുപ്പ്, ആ ഫാറ്റും ചേർത്തിട്ടാണ് കഴിക്കുന്നത്. അതാണ് അതിന്റെ ഗുഡ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അതാണ് ബർത്ത് ഡെലീഷ്യസ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു നല്ല ക്രീമി ടേസ്റ്റ് ഉണ്ട്. മിൽക്കിന്റെ ക്രീം ഉണ്ട്, നമ്മളെ ബിസ്ക്കറ്റ് ക്രീം ബിസ്ക്കറ്റ് കഴിയില്ലേ, ഒരു എഫക്റ്റ് ആണത്. ഈ ഡേറ്റും ഇത് ക്രീമും കൂടി ആകുമ്പോ നമുക്കൊരു ക്രീം ബിസ്ക്കറ്റിന്റെ ടേസ്റ്റ് ഉണ്ടല്ലേ. അച്ഛാ, If you like this video, please like, share and subscribe. ഇരുന്നോട്ടെ. അങ്ങനെ നമ്മുടെ രാത്രി സഫാരി നമ്മൾ വന്നിട്ട് കുറെ സമയമായി. ഇപ്പൊ രാത്രി ആയിട്ടുണ്ട്. ഇതാണ് ഡെസേർട്ട് നൈറ്റ് എന്ന് പറയുന്നത്. അവിടെയൊക്കെ നോക്കിയാൽ നല്ല ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. ഈ ഡെസേർട്ട് ക്യാമ്പിന്റെ സമയമാണ്. നമ്മളിപ്പോ Try to enjoy every moment in life. Take the memories and leave the worries. See you in the next video. Until then, bye for now. Jack John Bros. അതിൽ നല്ല ഫാറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഫാറ്റ് വെച്ചിട്ട് നമ്മളെ ഡേറ്റ്സ് ഒക്കെ മുക്കി കഴിച്ചു. ഇതാണ് അറബിന്റെ ഒരു പ്രധാന ഫുഡ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ക്യാമ്പിങ്ങിനൊക്കെ നല്ല ആഘോഷത്തിനിടയിലേക്ക് വരുമ്പോൾ ഈ ഡേറ്റ്സ് ഈ ഒരു ഫാറ്റിൽ മുക്കി കഴിക്കും. ഈ പാലിന്റെ ഫാറ്റിൽ മുക്കി കഴിക്കുമ്പോൾ അത് അവർക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഫുഡാന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ കഴിയാണ്. ഭൂമിയിൽ പെട്ട് കഴിഞ്ഞാലത്തെ അവസ്ഥ ഇപ്പൊ നമ്മൾ അനുഭവിച്ചു കിട്ടാം. നല്ല തണുപ്പുണ്ട്. എങ്ങനെ ആൾക്കാർ ഇതുവഴിയൊക്കെ സഞ്ചരിച്ചതെന്ന് നമുക്കറിയില്ല. കാരണം ദിശ അറിയില്ല. ചുറ്റും നല്ല ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ലൈറ്റ് പോലും ഇല്ല ഈ ഡെസേർട്ടിൽ ഇങ്ങനെ നടക്കുമ്പോ. ഇപ്പൊ ആണെങ്കിൽ കുറെ ക്യാമ്പിംഗ് സൈറ്റുകളുണ്ട്. അത്യാവശ്യം അവിടെ കണ്ടില്ലേ, ഒരു ക്യാമ്പൊക്കെ കണ്ടില്ലേ.